എങ്കിൽ എന്നോട് പറ. അനീഷ്, ഒരു പ്രണയമാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു ഫീല് തോന്നി, അപ്പൊ അത് പറഞ്ഞു. അനുമോൾ, എന്താ ലാലേട്ടാ? എന്തൊക്കെയാണ് വിശേഷം? അനുമോൾ, നല്ല വിശേഷം. കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരാൾ മൂത്തോക്കി ഇങ്ങനെ പറയുന്നത്. ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം ഞാൻ വരേണ്ടി വരുമോ? അനുമോൾ യെസ് പറഞ്ഞാൽ പുറത്തിറങ്ങിയ ആൾക്കാർ ഇത് കെട്ടിക്കും. അത് നടക്കില്ല. ഇത് നോ പറഞ്ഞാൽ ഇത്രയും പാവം നല്ല വ്യക്തി പുറകെ നടന്നിട്ട് നിഷ്കരണം തള്ളി എന്ന് പറഞ്ഞാൽ പുള്ളി മറ്റേ കാർഡിട്ട് കളിക്കും. ഇമോഷൻ കാർഡിട്ട് ആര് കളിക്കും? മറ്റേ പുള്ളി കളിക്കും. മനസ്സിലായില്ലേ? പക്ഷെ പുള്ളിക്ക് ഒരു മാറ്റം വന്നിട്ടില്ല. അതിനകത്ത് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അന്ന് വന്നപ്പം ഈ പറഞ്ഞ റോബോട്ടിക് നടത്തം പോലെ തന്നെ ഒരു വീട്ടിനകത്ത് അങ്ങോട്ടും കാരണം എനിക്ക് തോന്നുന്നു അനീഷ് ഇങ്ങനെ നടന്ന് ആലോചിച്ച് പ്ലാനുകൾ പൊക്കിക്കൊണ്ട് വരുന്നതാണ്. അപ്പൊ ഇതിൽ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തപ്പോൾ കഴിഞ്ഞ ആഴ്ചയല്ലേ ഒരു എനിക്ക് തോന്നുന്ന അനുമോളുടെ ഭാഗത്ത് നിന്നും മിസ്റ്റേക്ക് ഉണ്ട്. പ്രലോഭനം എന്ന് പറയുന്ന ഒരു സാധനം ഈ ആരൊക്കെ അവിടെ പറഞ്ഞപ്പോഴത്തേക്ക് കണ്ണുകൊണ്ടൊരു നോട്ടവും പിന്നെ ഒരു സാധനവും പിന്നെ ആ തലേണ പില്ലോയൊക്കെ എടുത്തോണ്ട് ഗിഫ്റ്റ് കൊടുത്താണ് മറിച്ച് നോക്കൂ എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു എന്താ പറയാ ഒരു ചില കളികൾ പോലെ ഒരു ഡ്രാമ. ഞാൻ കഴിക്കുന്നതിന്റെ പകുതി ഞാൻ ചേർന്ന് തരും. ചേട്ടൻ ഹെൽപ്പ് നോക്കേണ്ടത് എന്റെയും കടമയാണ്. കാര്യം പറയാം. ചായ നമ്മുടെ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ ചായ ഭാര്യ ഹസ്ബൻഡിനെ വിളിക്കുന്നതുവാ? നോക്കി. ആ ശരി, നോക്കി വന്നേ. അനീഷിന്റെ ഗെയിം പ്ലാൻ ആണോ അനിനെ കൊടുക്കാൻ? ഇതിപ്പോ രണ്ടുപേരും ഗെയിം പ്ലാൻ ഇട്ടു. പക്ഷെ ഈനാമ്പച്ചിക്ക് മരപ്പട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ടും കുടുങ്ങും. ഇതിപ്പം പ്രേക്ഷകർ മണ്ടരാവോ അതോ പ്രേക്ഷകരെ മണ്ടരാക്കുന്നതാണോ? എന്തായാലും മണ്ടന്മാരാണെന്ന് തോന്നുന്നു. പ്രേക്ഷകർ മണ്ടരല്ല. അത് നമുക്ക് ലാസ്റ്റ് റിസൾട്ട് വരുമ്പോൾ മനസ്സിലാവും. ഒരുപാട് മാറിപ്പോയി. എന്റെ 15-ാം വയസ്സിൽ അനീഷേ അല്ല ഇപ്പൊ. അങ്ങനെയല്ല. പിന്നെ നമുക്ക് ഈ ഇഷ്ടം എന്നൊക്കെ പറയുന്നത് എനിക്ക് അനുവിനെ എനിക്ക് 100% എനിക്കറിയാം. അനു എന്താ പറയാ, അനുവിന്റെ കോൺസെപ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. ഇപ്പൊ അനീഷിനെ സംബന്ധിച്ചിടത്തോളം അത്രയും സ്ത്രീ വിരോധിയായിട്ടുള്ള ഒരാള് പിന്നെ 100 ദിവസം ഒരു വീട്ടിൽ നിൽക്കല്ലേ, വേറെ ആരും ഇല്ല ഡിപ്പെൻഡ് ചെയ്യാനായിട്ട്. ഈ കണ്ട മുഖങ്ങൾ കുറച്ചു പേരെ മാത്രമേ ഡെയിലി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അറിയാതൊരു ഇഷ്ടം വന്നേക്കാം. മുൻ ബിഗ് ബോസുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ ആ ഒരു പരിചയം. ഹായ് ഹലോ, ബിഗ് ബോസ് മലയാളം സീസൺ 7 അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ. ഇനി വെറും 9 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്നാൽ ഈ ഒരു 9 ദിവസങ്ങൾ മാത്രം ശേഷിക്കവേ പല നാടകീയ രംഗങ്ങളുമാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അരങ്ങേറിയിരിക്കുന്നത്. മത്സരാർത്ഥികൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള അടിയും വഴക്കും ഒക്കെ തുടരുകയും അതിനിടയിലാണ് ചില ലവ് സ്ട്രാറ്റജികളും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അരങ്ങേറുന്നുണ്ട്. എന്തായാലും തുടക്കം മുതൽ ഇതുവരെ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായി മാറിയ ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു അനുമോൾ. തുടക്കത്തിലെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി നടത്തുകയും അല്ലെങ്കിൽ എല്ലാവരും കൂടി ചേർന്ന് അനുവിനെ ആക്രമിക്കുകയും ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നത് അതിന്റെ വിജയമാണെങ്കിലും അതിന്റെ ഓരോ സംഭവങ്ങളാണെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന മത്സരാർത്ഥി ആയിരിക്കും അവസാനം കപ്പ് ഉയർത്തുക, ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആളായിരിക്കും ഔട്ടായി പോകുന്നതും. അങ്ങനെ ഒട്ടും പ്രവചനാതീതം എന്ന് നമുക്ക് എടുത്തു തന്നെ പറയേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു റിയാലിറ്റി ഷോ തന്നെയാണ് ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നത്. ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ 100 ദിവസം കടക്കുക എന്ന് പറയുന്നത് വളരെ കാഠിന്യമേറിയ തന്നെയാണ്. അതിൽ ഓരോ ദിവസങ്ങളും നമ്മൾ തള്ളി നീക്കുമ്പോഴും എന്തുണ്ടെങ്കിലും പല പ്രശ്നങ്ങളും താണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മൾ സർവൈവ് ചെയ്ത് വേണം ഈ ഒരു അവസാനം വരെ എത്താനായിട്ട്. തുടക്കം മുതൽ തന്നെ ഒരുപാട് ഹേറ്റേഴ്സും അല്ലെങ്കിൽ ഒരുപാട് ആരാധകർ ഒരുപോലെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു അനുമോള്. അനുമോൾക്ക് വിജയ സാധ്യത ഉണ്ട് എന്ന് ഒരു കൂട്ടം പ്രേക്ഷകർ പറയുമ്പോഴും മറ്റൊരു പ്രേക്ഷകർ പറയുന്നത് അനുവിന് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തുടരാൻ യോഗ്യതയില്ല എന്നാണ്. അതുമാത്രവുമല്ല, അനുമോൾ ഷോയിൽ തുടരുന്നതിന്റെ പ്രധാന കാരണം PR ആണെന്ന് കുറെ ദിവസമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്ന എന്താ പറയുന്ന ഒരു വിമർശനങ്ങൾ. അതിന് മെയിൻ തിരികൊളുത്തിയത് നമ്മുടെ ബിന്നിയായിരുന്നു. ബിന്നിയുടെ ആരോപണമായിരുന്നു ഈ ഒരു PR വർക്കിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിവെച്ചത്. സാധാരണ പല സീസണുകളിലും നമ്മൾ ബിഗ് ബോസ് അവസാനിക്കാറാകുന്ന സമയത്ത് കണ്ടന്റുകൾക്ക് ഭയങ്കര ക്ഷാമം ഉണ്ടാകാറുണ്ട്. കാരണം എല്ലാവരും ഒക്കെ ഒന്ന് ഒതുങ്ങി, പ്രത്യേകിച്ച് 5ാമത് സീസൺ ഒക്കെ പറയുമ്പോൾ അഖിൽ മാരാർ വിജയാണെന്ന് എല്ലാവരും ഉറപ്പിച്ചത് കൊണ്ട് തന്നെ വേറെ കണ്ടന്റുകളൊന്നും ആ ഒരു സീസണിന്റെ അവസാനത്തൊന്നും നമുക്ക് കാണാനേ ഉണ്ടായിരുന്നില്ല. ഈ സീസണിൽ എന്ന് പറയുമ്പോൾ അവസാനിക്കാറായപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് കണ്ടന്റുകൾ നമുക്ക് കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അതിൽ തന്നെ ഏറ്റവും ഒടുവിലത്തെ കേസാണ് അനീഷിന്റെ പ്രണയാഭ്യർത്ഥന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിവാഹ അഭ്യർത്ഥനയും അതേ തുടർന്ന് നടന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ കഴിഞ്ഞ പ്രൊമോയിലൊക്കെ നമ്മൾ കണ്ടത്. ലാലേട്ടൻ എപ്പിസോഡിലെ ആദ്യത്തെ പ്രൊമോ തന്നെ അനീഷിന്റെ വിവാഹാഭ്യർത്ഥനയിലുള്ള അനുമോളുടെ മറുപടി തേടി ലാലേട്ടൻ എന്നുള്ളതാണ്. എങ്കിലേ എന്നോട് പറ ഐ ലവ് യു എന്ന് പറയുന്ന ഡയലോഗും കൊണ്ടാണ് ലാലേട്ടൻ വന്നത്. അനീഷും നമ്മുടെ ഷാനവാസും കൂടി ഇരുന്നത് കണ്ടു ചിരിക്കുന്നുണ്ട്.
അനീഷിനെ കളിയാക്കി ഷാനവാസും ചിരിക്കുന്നുണ്ട്. അപ്പൊ അക്ബർ എണീറ്റ് നിന്ന് ചിരിക്കലട കള്ള എന്നുള്ള ആ ഒരു ഡയലോഗും അടിക്കുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ ചോദിക്കുകയാണ്, അനീഷ് ഒരു പ്രണയമാണെന്ന് തോന്നുന്നുണ്ടോ? എന്തായാലും ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുകയാണ് ഇക്കാര്യം. അപ്പൊ അനീഷ് എണീറ്റ് നിന്ന് പറയുന്നത് അങ്ങനെ ഒരു ഫീല് തോന്നി, അപ്പൊ അത് പറഞ്ഞു എന്ന്. എന്തായാലും ലാലേട്ടൻ ഇങ്ങനെ ഞെട്ടുന്ന ഒരു എക്സ്പ്രഷൻ ഒക്കെ ഇടുകയാണ് ആ വീഡിയോയില്. അനുമോള് അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ ഇരിക്കുകയാണ് അവിടെ. അടുത്തത് അനുമോളാണ്. ലാലേട്ടൻ അനുമോളെ വിളിക്കുന്നുണ്ട്. അനുമോൾ അപ്പോൾ എണീറ്റ് ചിരിച്ചുകൊണ്ട് എന്താ ലാലേട്ട, എന്തൊക്കെയുണ്ട് വിശേഷം അനുമോൾ എന്ന് ചോദിക്കുമ്പോൾ നല്ല വിശേഷമാണ് ലാലേട്ട എന്ന മറുപടിയാണ് അനുമോൾ നൽകുന്നത്. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരാളെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുന്നതെന്ന് അനുമോള് ലാലേട്ടനോട് പറയുന്നു. അപ്പോ ലാലേട്ടന്റെ അടുത്ത ചോദ്യമായിരുന്നു, ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ വരേണ്ടി വരുമോ എന്നുള്ളത്. എന്തായാലും ഇത് കേട്ട് അവിടെയുള്ള ആൾക്കാരെല്ലാം കൈയടിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവണം. എന്തായാലും കഴിഞ്ഞ ദിവസം അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തത് വലിയ രീതിയിൽ തന്നെ വൈറലായിരുന്നല്ലോ. ബിഗ് ബോസ് വീട്ടിൽ വളരെ കാഷ്വൽ ആയിട്ടായിരുന്നു അനീഷിന്റെ ഈ ഒരു പ്രപ്പോസൽ. ആ വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടതാണ്. പിന്നാലെ അനുമോൾ അത് റിജക്ട് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം പലപ്പോഴായിട്ട് ഈ ഒരു വിഷയം ലൈവിൽ ചർച്ചയാകുന്നുമുണ്ട്. അപ്പം അതേ തുടർന്നിട്ടുള്ള ഒരു പോസ്റ്റ്, ഒരു പ്രേക്ഷകനെ കുറിച്ചൊരു പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. അതായത് മനസ്സിൽ കളങ്കമില്ലാത്ത അനീഷ് എന്ന മനുഷ്യൻ തന്റെ ഇഷ്ടം അനുവിനോട് മുഖത്ത് നോക്കി തുറന്നു പറഞ്ഞപ്പോൾ അത് റിജക്ട് ചെയ്തത് തെറ്റില്ലെങ്കിലും ആദില ഗ്രൂപ്പിനോട് ചേർന്ന് ഇങ്ങനെ കുറ്റം പറയരുതായിരുന്നു എന്നായിരുന്നു ആ ഒരു പോസ്റ്റിൽ പറയുന്നത്. അനുമോൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പ്രേക്ഷകൻ ഫേസ്ബുക്ക് പോസ്റ്റിലും പറയുന്നുണ്ട്. ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം എങ്ങനെ: കട്ട് നോക്കിയും ഒളികണ്ണെറിഞ്ഞും പ്ലേയിങ് കിസ് കൊടുത്തും ഹാർട്ട് സിമ്പിൾ കാണിച്ച് ഒരു പാവ മനുഷ്യനെ കുരങ്ങ് കളിപ്പിച്ചതിന് ശേഷം മനസ്സിൽ കളങ്കമില്ലാത്ത അനീഷ് എന്ന മനുഷ്യൻ തന്നെ ഇഷ്ടം അനുവിനോട് മുഖത്ത് നോക്കി തുറന്നു പറഞ്ഞു. അനു അത് റിജക്ട് ചെയ്തതിൽ ഒരു കുറ്റവും പറയുന്നില്ല. അനു ചെയ്തതാണ് ശരി. പക്ഷേ തോറ്റുപോയൊരു മനുഷ്യനെ വീണ്ടും വീണ്ടും തോൽപ്പിക്കുന്നത് അത്ര നല്ലതല്ല അനുമോളെ. എനിക്ക് ഒരു തെറ്റ് പറ്റിയതാണ്. ഇനി ആ ചാപ്റ്ററിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യവുമില്ല എന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറി നടക്കുന്ന അനീഷ് എന്ന സാധുവിന്റെ പിന്നാലെ നടന്ന് വീണ്ടും വീണ്ടും അയാളെ വേദനിപ്പിക്കുന്ന വളരെ വളരെ സങ്കടകരമാണ്. അനു പറഞ്ഞതാണ് ശരി. ശരിക്കും നമ്മളെ വീഡിയോയിൽ കണ്ട കാര്യങ്ങൾ തന്നെയാണല്ലേ. അനീഷ് പിന്നീട് മാറി നിൽക്കുമ്പോഴും അനുമോള് അനീഷിന്റെ പിറകെ തന്നെ നടന്ന് വീണ്ടും വീണ്ടും സംസാരിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. അനു പറഞ്ഞതാണ് ശരി. എന്റെ കൺസെപ്റ്റിനെ പറ്റിയ ആളല്ല അനീഷ് ഏട്ടൻ. അയ്യേ, അങ്ങേർക്ക് ഇപ്പൊ 40 വയസ്സ്. ഒരു 2 വർഷം കൂടി കഴിഞ്ഞാൽ 42. എനിക്ക് വയ്യ ആദില. പട്ടായ ഗാംഗിനോടൊപ്പം ചേർന്ന് വീണ്ടും വീണ്ടും അനീഷിനെ കുത്തി നോവിക്കാൻ അനു നിന്നത് വളരെ വേദനാജനകമായി തോന്നി. ചിലർക്ക് പ്രണയം എന്നത് ഒരു തമാശയാണ്. പക്ഷെ ചിലർ അങ്ങനെയല്ല. അനീഷേട്ടൻ എന്നും ഒറ്റയ്ക്കായി പോയല്ലോ അനീഷേട്ടൻ. ഇതായിരുന്നു ആ ഒരു ഫേസ്ബുക്ക് കുറിപ്പില് ഒരു പ്രേക്ഷകൻ അനീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ. ഒരു കണക്കിന് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ 2 രീതിയിൽ നമുക്ക് ചിന്തിക്കാല്ലേ. അനീഷിന്റെ ഭാഗത്താണോ തെറ്റ്, അതായത് അനുവിന്റെ ഭാഗത്താണോ തെറ്റ് എന്ന് നമുക്കറിയില്ല. പക്ഷെ എന്താ പറയുന്ന, ഓരോരുത്തർ കാണുന്ന ആ ഒരു വീക്ഷണത്തിന്റെ വ്യത്യസ്തത കൊണ്ട് തന്നെയാണ് 2 രീതിയിൽ ഇവിടെ അഭിപ്രായങ്ങൾ വരുന്നത്. അതേസമയം തന്നെ അനുമോളെ കുറിച്ച് ഇപ്പോൾ തന്റെ കുടുംബം പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധ നേടുകയാണ്. അതായത് അനുമോൾ മികച്ച ഗെയിമർ ആണ് എന്നാണ് ഷോയിൽ മുന്നോട്ട് പോകുന്നത് എന്നാണ് അനുമോളുടെ ചേച്ചി പറയുന്നത്. ഒരു മാധ്യമത്തിൽ നൽകിയ ഒരു ഇന്റർവ്യൂവിലൂടെയാണ് ഈ ഒരു പരാമർശം നടത്തിയത്. ഇതുവരെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് നൽകിയത് അനുവാണ്. ഏറ്റവും കൂടുതൽ പ്രൊമോ വന്നതും അനുവിന്റെ പേരിലാണ്. അനു നന്നായിട്ട് കളിച്ചില്ലെങ്കിലോ കണ്ടന്റ് കൊടുത്തില്ലെങ്കിലോ ഇതൊന്നും വരില്ല എന്നായിരുന്നു അനുവിന്റെ കുടുംബം പറയുന്നത്. അത് മാത്രമല്ല, അനു ആണ് കപ്പടിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പുണ്ടെന്നും ഈ ഒരു കുടുംബം പറയുന്നുണ്ട്. അനുമോളുടെ വിവാഹം വലിയ ആഗ്രഹമാണ്. അവളെ മനസ്സിലാക്കുന്ന, ഇഷ്ടപ്പെടുന്ന പയ്യനായിരിക്കണം. ഒരുപാട് കല്യാണ ആലോചനകൾ വന്നിരുന്നു. പക്ഷെ കുറച്ചുകൂടി സാമ്പത്തിക സ്ഥിരത നേടിയിട്ട് മതി എന്ന് തീരുമാനിച്ചു. ഇനി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് 2 വർഷത്തിനുള്ളിൽ വേണം. 60 ദിവസമൊക്കെ അനു ബിഗ് ബോസിൽ നിൽക്കുമെന്നാണ് കരുതിയിരുന്നത്. ആരിനോട് അനുമോൾക്ക് പ്രണയമില്ല എന്ന് കുടുംബം എടുത്തു പറയുന്നുണ്ട്. 23 വയസ്സേ ഉള്ളൂ. പാൽക്കുപ്പി എന്ന് അനുമോൾ ആദ്യമേ പറയുന്നുണ്ട്. അവളുടെ ക്യാരക്ടർ വെച്ച് അങ്ങനെ ഉണ്ടാകില്ല. സംസാരിക്കുമ്പോൾ അവന് തോന്നിയതായിരിക്കും. എനിക്കറിയാവുന്ന അനു അങ്ങനെയല്ല. ഇത്രയും പ്രായ വ്യത്യാസമുള്ള പയ്യനെ ആ രീതിയിൽ കാണില്ല. അത് മാത്രമല്ല, അനുമോളുടെ കയ്യിലുള്ള ആ ഒരു പാവയെ കുറിച്ചും ചേച്ചി സംസാരിക്കുന്നുണ്ട്. പ്ലാച്ചിക്ക് ഫാൻസ് ഉണ്ട്. അവൾ ഉറങ്ങുമ്പോൾ കയ്യിൽ ഉണ്ടാകുന്ന പാവയാണ്. ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സാധനം കയ്യിൽ വെക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് പാക്ക് ചെയ്തുകൊണ്ട് പോയതാണെന്നും അനുമോളുടെ ചേച്ചി പറയുന്നുണ്ട്.